ഹലോ ഗായ്സ്, ടു വെൽക്കം ടു വീഡിയോ ഓഫ് ഗെയിമർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് പൂജ ലോഞ്ചറിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് കീസ് നമുക്കുണ്ട്. എന്ന് പറയുമ്പോൾ മൊബൈലിൽ കളിക്കുന്നവർക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ നല്ല പാടാണ്, നമ്മുടെ ബെഡ്റോക്കിലാണെങ്കിലും ജാവയിലാണെങ്കിലും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അതൊക്കെ ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം അതറിയാത്തവർക്ക് വേണ്ടി നമ്മളത് പറഞ്ഞുതരാൻ പോവാണ്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ഇപ്പോൾ 2 ബട്ടൺസ് ആഡ് ചെയ്ത് കാണാൻ സാധിക്കും. എന്നിട്ട് F1ഉം F4ഉം അത് രണ്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ബാക്കി കീസിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ലാസ്റ്റ് ഈ ഒരു സൈഡിൽ കടന്ന് ഈ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മൊത്തം നിങ്ങൾക്ക് പോകും. എന്നുവെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലതാണ്. പക്ഷെ എന്നാലും ചില ഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെ കേട്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ട് ബാർ, അതുപോലെ മൗസ് നോക്കി അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ F1 എന്ന ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, മൗസ് എന്നുള്ള കീ പോകത്തില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ F1 എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെൻട്രി പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നല്ലതായിട്ട് ഉപയോഗപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഡീബക്ക് ഞെക്കി F4 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് മോഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്പെക്ടേറ്റർ ആണോ, അഡ്വഞ്ചർ ആണോ, അതുപോലെ തന്നെ സർവൈവൽ മോഡാണോ, അതുപോലെ തന്നെ ക്രിയേറ്റീവ് മോഡാണോ എന്ന് നമുക്കിങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരെ കുറച്ച് കസ്റ്റമായിട്ട് വേറെ ബട്ടൺസ് നമുക്കുണ്ട്. നമുക്കതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ കസ്റ്റം ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ബട്ടൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അത് ഞെക്കിയാൽ മതി. നമുക്കെന്താണ് അടുത്തെന്ന് പറയുമ്പം നമുക്ക് അടുത്തൊരു ബട്ടണാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ക്യൂ ആണ് ഗൈസ് നമ്മൾ ആഡ് ചെയ്യാൻ. ഓക്കെ, ക്യൂ എന്തിനാണെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബട്ടണ് പേര് എന്ത് വേണേലും കൊടുക്കണം, അതിനൊരു ഇതുമില്ല. നിങ്ങൾക്ക് എന്ത് പേരാണോ നിങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് വീണ്ടും ഞെക്കിയിട്ട് സേവ് എന്ന ബട്ടൺ ഞെക്കുക. സിനിമതി ലീവ് എഡിറ്റർ എന്ന ബട്ടൺ ഞെക്കിയാൽ മാത്രമേ ഇത് സേവ് ആകത്തുള്ളൂ. അല്ലാതെ നേരെ ലീവ് എഡിറ്റർ ചെയ്താൽ ഇത് സേവ് ആകത്തില്ല. ഇത് വീണ്ടും സേവ് ആയിട്ടില്ല, ജസ്റ്റ് ഇത് കഴിഞ്ഞ് നമ്മളെ ആകത്തുള്ളൂ. ഓക്കെ, ക്യൂ എന്ന ബട്ടൻ്റെ യൂസ് ഞങ്ങൾക്ക് ഏകദേശം ഈ ക്യൂ വെച്ചുകൊണ്ടോ നമുക്കിങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ബേസിക്കലി നിങ്ങളെന്ന് കാണിച്ചു തരാം. അല്ലാതെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളയേണ്ടതായിട്ട് വരും. പക്ഷേ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ക്യൂ ഞെക്കി ജസ്റ്റ് ഇങ്ങനെ കളയാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റും. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് അത് തോന്നി. ഇനി നമുക്ക് അടുത്തൊരു ബട്ടൺ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ വീണ്ടും കസ്റ്റം ബട്ടൺ ഞെക്കുക. ആഡ് ബട്ടൺ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വേറൊരു ബട്ടൺ നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് കസ്റ്റമായിട്ട് വെക്കുക. ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യണം. ESC എസ്കേപ്പ് ബട്ടൺ ആണ് ഒരു ബട്ടൺ, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എസ്കേപ്പ് ബട്ടൺ എടുത്ത ശേഷം എസ്കേപ്പ് ബട്ടൻ്റെ യൂസ് എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെറ്റിങ്സ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാക്ക് ബട്ടൺ ഞെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട. ജസ്റ്റ് ഈ എസ്കേപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ ഞെക്കി നിങ്ങൾക്ക് സെറ്റിങ്സ് ഒക്കെ ഓണായി കിട്ടും. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പം എപ്പോഴും ഇങ്ങനെ ബാക്ക് അടിക്കാനൊക്കെ പോയാൽ ഇപ്പം ഇങ്ങനത്തെ ഫുൾ സ്ക്രീനൊക്കെ ഇട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിക്കുന്നത് ചിലപ്പം വേറെ ഇതൊക്കെ ആയിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് നല്ല യൂസ് ആയിരിക്കും ഇത്. എസ്കേപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഫുൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു അടുത്ത ബട്ടൺ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, നമ്മുടെ അടുത്ത ബട്ടൺ എന്ന് പറയുമ്പോൾ G ആണ്. ഓക്കെ, G എന്ന് പറയുന്ന ബട്ടൻ്റെ യൂസ് നമുക്ക് ബോർഡേഴ്സ് എടുക്കാൻ വേണ്ടിയാണ്. അതായത് ഡീബഗിൽ ഞെക്കിയിട്ട് നിങ്ങൾ G ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓരോ ബോർഡിൻ്റെ എഡ്ജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബോർഡർ കിട്ടും. ഓക്കെ, ഈ ഒരു G ബട്ടൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ബോർഡേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് അടുത്ത ഏരിയയിലോട്ട് പോകുമ്പോൾ അടുത്ത ഏരിയയുടെ ലോഡായി വരും ഉണ്ടോ. ഇത് നിങ്ങൾക്ക് നോർമലായിട്ട് ഞെക്കി പോകത്തില്ല. ഡീബഗ് ഞെക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണം, അപ്പോൾ നിങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഡീബഗിൻ്റെ യൂസ് അല്ലാതെ ഒരു സ്പെസിഫിക് യൂസ് ഉണ്ട്. ഡീബഗ് ഞെക്കി നിങ്ങൾക്ക് ഈ ഒരു സൈഡിലുള്ള ഇതൊക്കെ വരും. എന്ന് പറയുമ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സും അല്ലാതെ ചലനറുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡീബഗിന് വേറെ യൂസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്താണ് സി എന്ന് പറയുന്ന നമ്മുടെ സൂം ബട്ടണാണ്. ഓക്കെ, അപ്പോൾ സൂം കൊണ്ട് ഗെയിമിൽ വലിയ യൂസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് കാണാനൊക്കെ വേണ്ടി നല്ലൊരു സാധനം തന്നെയാണ് സൂം. ഗെയിമിൽ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഇതൊന്നും ഇല്ല സൂം. ഓക്കെ, സൂം എന്ന് പറയുന്നത് നമുക്ക് അത്ര സ്പെസിഫിക് ആയിട്ടുള്ള യൂസുള്ള സാധനമല്ല, പക്ഷേ നല്ല ഒരു വെർത്താണ്. നമുക്ക് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ
ആ ബെഡൊക്കെ ഉണ്ട് നല്ലതായിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് കാണാനുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പം സൂമും ഉണ്ട്, ഇങ്ങനെ നമുക്ക് സൂമും ചെയ്ത് നടക്കാം. ഓക്കെ, അപ്പം സൂമും ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇത് പഠിക്കാനാണ്. എന്നാണ് അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ, പാടുള്ള കാര്യങ്ങൾ നമുക്ക് ചില കീസ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എനിക്കൊരു കുറച്ച് ഏറെ ബ്ലോക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രൗച്ച് ചെയ്തിട്ട് PR ഞെക്കി ആയതുകൊണ്ടാ 1 സ്റ്റാക്ക് കിട്ടും. ഇനി ഇപ്പം ചെസ്റ്റിൻ്റെ ഇതിലൊക്കെ വന്നാൽ നമുക്ക് ഈ ചെസ്റ്റിലേക്ക് ഇപ്പം എനിക്ക് ഈ വുഡെല്ലാം വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ PR ഞെക്കി നമുക്ക് ഈ വേറെ യൂസ് ഉണ്ട്. കണ്ടാ ഇങ്ങനെ എടുത്തിട്ട് PR നമുക്ക് എടുത്തിട്ട് നമുക്ക് PR ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ നമുക്ക് ഇതിങ്ങനെ സ്പ്ലിറ്റ് സഹിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ ഒരേ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങളിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് വെക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ക്രൗച്ച് നിൽക്കിയിട്ട് PR ഞെക്കിയാൽ കണ്ട അതൊക്കെ സ്റ്റാക്കായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടുന്നതായിരിക്കും. നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് PR ഞെക്കി. അപ്പം ഇങ്ങനത്തെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് അറിയാവുന്ന ടെക്നിക്സ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്ത ടെക്നിക്സാണ് ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞു തന്നെ. ഇനിയും ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത കൂട്ടർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഒരു വീഡിയോ ആണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പൂജാരഞ്ചരങ്ങൾ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സോ അതൊക്കെ നിങ്ങൾ പോയി കാണാൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നമുക്കൊരു അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ.